താങ്കൾക്ക് നേരെയുണ്ടായ ഏത് വിമർശനമാണ് വല്ലാതെ വേദനിപ്പിച്ചത്? അങ്ങനൊരു വ്യക്തിപരമായിട്ട് ഒരു ഇത് ഞാൻ പലതും ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയൊരു മാനസിക വിഷമം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. പക്ഷേ അടുത്ത കാലത്താണ് അത് തുറന്ന് പറയേണ്ടി വന്നത്. അതൊരു പക്ഷേ മീഡിയ ഉള്ളത് കൊണ്ടായിരിക്കും അതെൻ്റെ വോയിസസ് വളരെ പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്തിയത്. അല്ലെങ്കിൽ അതും എത്തില്ലായിരുന്നു. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സായി പുറത്ത് വരുമ്പം തന്നെ ഞാൻ ഒഴുക്കിനെതിരെ നീന്താൻ ശ്രമിച്ച ഒരാൾ. അതിന്നും തുടരുന്നുണ്ട്. ഒഴുക്കിനെതിരെ നീന്തുന്ന ഏത് വ്യക്തിക്ക് എന്തും പ്രതീക്ഷിക്കാമല്ലോ. ആ പ്രതീക്ഷ എനിക്കുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ പുറത്തൊരു അതൊരു ഫൈറ്റല്ല, ഒരു വ്യക്തിയായിട്ടുള്ള ഒരു പ്രശ്നങ്ങളല്ല. അത് ധാരാളം സംഭവിക്കും. ഇനിയുള്ള എൻ്റെ ഫ്യൂച്ചറിൽ ഇനി അടുത്ത പടത്തിനും അല്ലെങ്കിൽ ഇനി വരാവുന്ന എൻ്റെ പ്രവൃത്തികളിലുമൊക്കെ ഇത് സംഭവിക്കാവുന്നുണ്ടാവും. പക്ഷെ ആ കലഹം ഒരുപക്ഷെ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കും, മനസ്സിലാക്കാത്തവർ അയാളൊരു വിഡ്ഢിയാണെന്നും പറയും. ഇത് രണ്ടും ഞാൻ പ്രതീക്ഷിച്ചേ പറ്റുള്ളൂ, ഇല്ലേ? അപ്പം എനിക്കതിനകത്ത് സ്വയം സഹതപിച്ചിട്ട് കാര്യമില്ല. കാരണം ഞാൻ തന്നെ എടുത്തൊരു തീരുമാനമാണ് ഈ ഒഴുക്കിനെതിരെ. അല്ലെങ്കിൽ എനിക്ക് 10-20 വർഷം കൊണ്ട് ഒരു 5 പടം എടുക്കാൻ എനിക്ക് സാധിക്കുമോ? എനിക്കും ജീവിക്കണേ, ഇല്ലേ? അപ്പോൾ ഞാൻ എൻ്റെ തീരുമാനങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ എത്രയോ പടങ്ങൾ എനിക്ക് എടുക്കാനുള്ള സന്ദർഭമുണ്ട്. ഈവൻ സിനിമാറ്റോഗ്രാഫർ എന്നുള്ള നിലയ്ക്ക് പോലും ഞാനതൊക്കെ വിട്ടു നിൽക്കുന്നത് ഞാൻ വിശ്വസിക്കുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. എൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പലരും എന്നോട് പറഞ്ഞിട്ട് പിറവി മുതൽ ഒരു പക്ഷേ എത്രയോ പടങ്ങളിപ്പം കിട്ടിയ സന്ദർഭമാണ്. പടങ്ങൾ ചെയ്യണം, മുമ്പോട്ട് പോകണം എന്ന് തന്നെ ഒരുപാട് പേര് എന്നോട് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ എൻ്റെ മനസ്സ് സൂചിപ്പിച്ച എൻ്റെ തരത്തിലുള്ള പടങ്ങൾ എടുക്കുക എന്നുള്ള. ഞാൻ ആകെ 4 പടങ്ങളെ മലയാളത്തിൽ ചെയ്തിട്ടുള്ളൂ. ഒരു സന്തോഷമുണ്ട്. 4 അല്ലെങ്കിൽ 3 നാഷണൽ ബെസ്റ്റ് ഫിലിംസ് എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഞാൻ അഹങ്കരിക്കുകയല്ല. അത് ഞാൻ അതിനെയും തിരിച്ചറിയുന്നത് മറ്റുള്ള ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ആ സിനിമ എത്ര കണ്ട് ദൂരത്താണ്, എത്ര കണ്ട് അടുത്താണെന്നുള്ള എൻ്റെ തിരിച്ചറിയില്ലാണ്. അവിടെ എത്ര കണ്ട് എനിക്ക് ആഹ്ലാദിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതൊരു പേഴ്സണൽ ലെവലിൽ ഒരു പക്ഷേ മലയാളിയായിട്ട് ജനിച്ചതുകൊണ്ടായിരിക്കും എനിക്ക് ആ പടം എടുക്കാൻ സാധിച്ചത്. അല്ലെങ്കിൽ മലയാളിയുടെ ആത്മാർത്ഥമായിട്ടുള്ള ആസ്വാദന നിലവാരം ഒരു പക്ഷേ ഈ ഒഴുക്കിനെതിരെ നീന്തുമ്പം ഒരു സ്റ്റേജിലെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആ ഊർജ്ജം എനിക്ക് ഇപ്പോഴും ഉണ്ട്. കുട്ടിശ്രാങ്കിന് ഒത്തിരി അവാർഡുകൾ കിട്ടി എങ്കിൽ പോലും ഇതിലപ്പുറം പ്രതീക്ഷിച്ചിരുന്നോ ആ ചിത്രത്തെക്കുറിച്ച്? ഇല്ല, അതിനകത്ത് ഏറ്റവും വലിയ നേരത്തെയുള്ള പ്രശ്നം ഞാൻ സൂചിപ്പിച്ചത് അത് സാധാരണക്കാരിലേക്ക് എത്തിക്കാനുള്ള ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ എക്സിബിഷനിലുള്ള ഫീലിയേഴ്സായിട്ടാണ്. ഇപ്പോഴും റിലയൻസ് മാതിരിയുള്ളൊരു ആണെങ്കിൽ പോലും അവിടെ ഫീൽ ചെയ്തു. അപ്പം ഇത് നമ്മൾ ആലോചിക്കുമ്പം ഈ പറഞ്ഞ മാതിരി കുട്ടിശ്രാങ്കിന് ഒരു മലയാള സിനിമ എന്നുള്ള നിലയ്ക്ക്, ഇപ്പോൾ ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഏറ്റവും വലിയ അഭിമാനം ആൾമോസ്റ്റ് 7 അവാർഡുകളാണ് കിട്ടിയേക്കുന്നത്. അതും ഒരു ചരിത്രമാണ്. പക്ഷെ വേറെ ഇന്ന് എത്ര മലയാള സിനിമയ്ക്ക് ഒരു ഒറ്റ പടത്തിന് 7 അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. 7 പറയുന്നത് ലബോറട്ടറി അടക്കമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പം പക്ഷെ എത്ര പേരത് ആഘോഷിക്കപ്പെടുന്നുണ്ട്? മലയാള സിനിമ ആഘോഷിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആഘോഷിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പം ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അതിപ്പോൾ അതിലെനിക്ക് പ്രയാസമൊന്നുമില്ല, സങ്കടമൊന്നുമില്ല. എനിക്ക് ഇനി മുമ്പോട്ട് പോകണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് വേറൊരു രീതിയിൽ ഒരു സങ്കടവും ഇല്ല. കാരണം എൻ്റെ അടുത്ത പടത്തിലേക്ക് ഞാൻ മുഴുകിക്കഴിഞ്ഞു. എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത പടം ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ സക്സസ് മറന്നേ പറ്റൂ, അല്ലെങ്കിൽ അടുത്ത പടം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അടുത്ത പടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനടുത്തൊരു പ്രയാസമില്ല. സംസ്ഥാന ഗവൺമെൻറ് കുട്ടിശ്രാങ്കിനെ അംഗീകരിക്കാതെ പോയത്
അക്കാഡമി ചെയർമാൻ KR മോഹൻ, അതുപോലെ VK ജോസഫ് എന്നിവരുടെ ഇടപെടൽ കൊണ്ടാണെന്ന് രഹസ്യമായിട്ടെങ്കിലും പറയുന്നവരുണ്ട്. അത് ശരിയാണെങ്കിൽ അല്ലെങ്കിൽ അത് സത്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ലാതെ ഇപ്പം ഇതിനെ മൊത്തത്തിലൊരു സിനിമയെ തിരിച്ചറിയുക എന്ന് പറയുന്നത്, സിനിമയെ തിരിച്ചറിയാൻ വിധിക്കപ്പെട്ടവരാണല്ലോ നമ്മൾ. ഇത് ഒന്ന് ആലോചിച്ചാൽ ഇതിൻ്റെ പൊസിഷൻസാണ് നമ്മൾ ഇപ്പം ജഡ്ജ് ചെയ്യുന്നത്. ഈ പറയുന്ന വ്യക്തികളെ നമ്മൾ ജഡ്ജ് ചെയ്തിട്ടുണ്ട്, അവരാരാന്ന്. ഇപ്പം അതാണ് ജഡ്ജ് ചെയ്യുന്നത്. ആ പൊസിഷനിലേക്ക് അയാൾക്ക് എത്താനുള്ള യോഗ്യത. അപ്പം നമ്മൾ പലപ്പോഴും അവിടെ പലപ്പോഴും നമ്മുടെ ബുദ്ധി അയാളുടെ ആ പൊസിഷനിൽ ഇരുന്ന് കൊണ്ട് ആ വ്യക്തി പറയുന്നു. പക്ഷെ ആ വ്യക്തി എന്ന് പറയുന്ന ആളാരാണ്, അയാളുടെ അറിവെന്താണ്, അയാൾ ചെയ്ത പ്രവൃത്തികൾ എന്താണ്, അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് എത്താനുള്ള അയാളുടെ യോഗ്യത, അയാളുടെ മര്യാദ, അയാളുടെ സാമാന്യബോധം, ഇതൊക്കെ ഏത് പൊസിഷനിലും നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. ഒരു പ്രൈം മിനിസ്റ്ററെ, ഇന്ത്യയിലെ ഒരു പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന ഒരു പൊസിഷൻ വളരെ വലുത്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പം അതിൻ്റെ യോഗ്യത നമ്മൾ പലപ്പോഴും, അതിൻ്റെ നിലവാരം നമ്മൾ പലപ്പോഴും പ്രസിഡൻ്റ് ഇതൊക്കെ സൂചിപ്പിക്കുക. അപ്പോൾ സിനിമയെ പറ്റിയിട്ട് ഇത്രയധികം ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മാസ് മീഡിയയെ സാംസ്കാരികമായിട്ടും പിന്നെ ഒരു അത്യന്തമായിട്ട് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു ഫുഡ് ഫോർ ബ്രെയിൻ, അതിപ്പോൾ എൻ്റർടൈൻമെൻ്റ് ആവാം, അതിനൊക്കെ സാധിക്കുന്ന ആ വ്യക്തികൾ അവിടെ ഒരു സ്ഥാനം അലങ്കരിക്കുമ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് അവരാണ്, ഇല്ലേ? അവരുടെ വാക്കുകളല്ല. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്ന അവരുടെ വാക്കുകളെയാണ് നമ്മളിപ്പോൾ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടി വരുന്നത്. ആ വ്യക്തികളെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നില്ല. കുട്ടിസ്രാങ്കിന് സ്റ്റേറ്റിന് അവാർഡ് ഒന്നും തന്നില്ല, അതല്ലെങ്കിൽ നാഷണൽ ലെവലിൽ 7 അവാർഡ് കിട്ടി. ഇപ്പോൾ ധാർമ്മിക ബോധമുണ്ടെങ്കിൽ, അവർ ചെയ്തത് തെറ്റാണെന്നോ അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അവർ രാജിവെക്കുക വേണ്ടത്. ഇല്ലാത്തിടത്തോളം നല്ല അവർ കണ്ടിന്യൂ ചെയ്യുക വേണ്ടത്. അപ്പോൾ അതിൻ്റെ പുറത്ത് വിശ്വാസമില്ല. അപ്പം നമുക്കതിൻ്റെ പുറത്ത് ഒരു പേഴ്സണലായിട്ടൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അവരെ ഇപ്പം വാസ്തവം പറയുകയാണെങ്കിൽ എനിക്കിപ്പം നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യനിൽ അവരെ പറ്റിയിട്ട് ഞാൻ സംസാരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് എൻ്റെ സങ്കടം. വാസ്തവത്തിൽ അതാണ് എൻ്റെ സങ്കടം. അവരെൻ്റെ മുമ്പിൽ വന്ന് ഞാൻ അവരുടെ മുമ്പിൽ എനിക്ക് അവരെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നു എന്നുള്ളത് ഏറ്റവും പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയാണ്. അപ്പം ആ സ്ഥിതിവിശേഷത്തിലേക്ക് ഞാൻ എത്തിപ്പോയിട്ട് അപ്പോൾ എനിക്ക് അവരെ കാണേണ്ട കാര്യമില്ല. വാസ്തവത്തിൽ എനിക്ക് എൻ്റെ അടുത്ത പടം നോക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരാരാണ് എന്ന് അവർക്കാകെ പറയാവുന്ന ഒരു കാര്യം, ഏറ്റവും വലിയ രൂപമായിട്ടുള്ള അവാർഡ് ശരിയല്ല, അല്ലെങ്കിൽ ഞാനൊരു ഫിലിം മേക്കറല്ല എന്ന് അവർ പറയുക, അതല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന വിശ്വാസത്തിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒപ്പം നിൽക്കുന്നില്ല എന്നവർ പറയുക. അങ്ങനെയൊക്കെയുള്ള കടന്നുവരവിനെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ചേർന്നിട്ട് ശക്തിയായിട്ട് എതിർത്തൊരു സാഹചര്യം ഉണ്ടായല്ലോ. അവരുടെ പച്ചക്കറി ഷോപ്പുകൾ പോലും തകർക്കുകയുണ്ടായി. ഈ സാഹചര്യത്തിലാണ് റിലയൻസിൻ്റെ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് കുട്ടിസ്രാങ്ക്. അതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രതിഷേധങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അല്ല, അതും ഒരു പുസ്തക രാഷ്ട്രീയം എന്ന് നമ്മൾ സൂചിപ്പിക്കുമ്പോഴും ഇപ്പോൾ ഈ പ്രസ്ഥാനങ്ങൾ ഈ പറഞ്ഞ മാതിരി അവർ ചെയ്യുന്ന പ്രവൃത്തികളുടെ ക്വസ്റ്റ്യൻ ചെയ്യണം. അത് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷേ അത് അവർ റിജക്റ്റ് ചെയ്യുന്നത് ഏത് സന്ദർഭത്തിലാണ് എന്ന് നമ്മൾക്ക് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, ഞാനിപ്പോൾ റിലയൻസിൻ്റെ പടം ചെയ്തു, റിലയൻസിൻ്റെ കൂടെ അവർ വേറെയും പടങ്ങൾ ചെയ്തു. ഉദാഹരണമായിട്ട് രാവൺ ചെയ്തു, കൈറ്റ്സ് ചെയ്തു. അപ്പം എൻ്റെ കൂടെ നിന്ന് ഇപ്പോൾ MS സത്യവും
ശാമ്പനുകൾ, ബുദ്ധദേവദാസ് ഗുപ്ത, ഋതുവർണ്ണ ഘോഷ്, ഇങ്ങനെയുള്ള ആൾക്കാരും പടം ചെയ്തു. എനിക്ക് തോന്നുന്നത് ഗിരീഷ് കാസർഗോഡിലിയോടും ഒരു പടം ചെയ്യാനായിട്ട് അത് ശ്രമിച്ചു. എൻ്റെ ഈ അടുത്ത പടം നാച്ചുറലി ഒരുപക്ഷെ അവർ ചെയ്യാൻ തയ്യാറാണെന്ന് എന്നോട് സൂചിപ്പിക്കുകയും ചെയ്തു. അതെൻ്റെ ഒരു കൺസെൻറ്റ് മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. അവരെന്നോട് വളരെ സന്തോഷത്തോടു കൂടി പറയുണ്ടായി എൻ്റെ അടുത്ത പടം ചെയ്യാൻ അവർ തയ്യാറാണ്. അതിൽ നിന്ന് അവർക്ക് ലാഭമൊന്നും കിട്ടിയിട്ടുണ്ടല്ലോ. എൻ്റെ ഈ കുട്ടിസറാങ്കിൽ നിന്ന് ലാഭമൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. ഇപ്പം എൻ്റെ ഒരാലോചന, ഒരു മോശപ്പെട്ട പടം അല്ലെങ്കിൽ ഇതിനകത്ത് ലാഭം കണ്ടുകൊണ്ടാണോ അടുത്ത പടം ചെയ്തത്, അതോ എന്തെങ്കിലും രാജ്യത്തിന് വ്യത്യാസമുള്ള പടങ്ങൾ ഉണ്ടാക്കണമെന്നുള്ള മോഹമാണോ? ഇത് തിരിച്ചറിയേണ്ടത് എൻ്റേതാണ്. കാരണം കുട്ടിസ്രാങ്കിൽ നിന്ന് ഈ കേരളത്തിൽ നിന്ന് പോലും അതിന് ചിലവാക്കിയ പൈസ കിട്ടിയോ എന്ന് എനിക്കറിയില്ല. കിട്ടിയിട്ടില്ല, തീർച്ചയായിട്ടും കിട്ടിയിട്ടില്ല. അതിനുള്ള ഓഡിയൻസും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഉണ്ടായിരുന്നില്ല. പക്ഷെ രണ്ടാമത് എന്നോടൊരു പടം ചെയ്യണമെന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ TFR ചെയ്യുന്നു. അപ്പം ഇനി വേറൊരു പടം എൻ്റെ മാതിരിയുള്ള വ്യക്തികൾ, വളരെ ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കുന്ന വളരെ പലരെ വ്യക്തികൾക്ക് ഇനി അവർക്കൊരു സ്ഥാനം ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കണം എന്ന് ഞാൻ പണ്ട് കുട്ടിസ്രാങ്ക് ചെയ്ത സമയത്ത് പോലും ഞാൻ അവരുടെ കയ്യിൽ ധാരാളം പൈസ ഉള്ളത് കൊണ്ട് ഞാൻ ദൂർത്തടിക്കാൻ ഞാൻ തയ്യാറല്ല. ഒരു സിനിമ എനിക്ക് ആവശ്യമുള്ള നിലയിൽ അവർ എനിക്ക് തന്ന സംഖ്യ അത്ര തന്നെയുള്ളൂ. രാവൺ മാതിരി ഒരു പടത്തിനുള്ള ഒരു സംഖ്യ എനിക്ക് തന്നിട്ടില്ല. സാധാരണ ഒരു മലയാളത്തിൽ കിട്ടാവുന്ന ഒരു പക്ഷേ അതിൽ നിന്നൊരു 20-30% വ്യത്യാസം വന്ന ഒരു പക്ഷേ അധികമുള്ള ഒരു 2-3 കോടി രൂപ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ 5-6 കോടി രൂപ സാധാരണ കമേഴ്ഷ്യൽ സിനിമയിൽ ചെയ്യുമ്പോൾ ഒരു ഭേദപ്പെട്ട അത് വെച്ചാൽ അതുള്ളത് കൊണ്ടാണ് ഒരു പക്ഷേ ഈ പറഞ്ഞവരുടെ എൻ്റേതായിട്ടുള്ള കോൺസെപ്റ്റുള്ള ഒരു സിനിമ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള 7 കോടി രൂപ ചിലവാക്കിയിട്ടുള്ള ആർട്ട് പടങ്ങളും നമുക്കുണ്ട്. നമുക്കൊക്കെ അറിയാം. പരദേശിക്ക് 5-6-7 കോടി രൂപ ചിലവാക്കിയെന്ന് നമുക്കൊക്കെ അറിയാം. അപ്പം അതാലോചിച്ചാൽ അപ്പം ഞാൻ വളരെ തുച്ഛം, അവർ തരുന്ന സംഖ്യയ്ക്ക് ഒരു അവർക്കും ഉണ്ട് അറിയാം, അവർക്കും തിരിച്ചറിയാനുള്ള കഴിവുകളുണ്ട്. അപ്പോൾ അടുത്ത പടം ചെയ്യാൻ അപ്പം ഞാൻ ചെയ്യും എന്നുള്ളത് എനിക്ക് കിട്ടുന്ന എൻ്റെ തരത്തിലുള്ളൊരു പടം ചെയ്യാനുള്ള ഒരു ബഡ്ജറ്റ് അവർ തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ചെയ്യും. അത് പക്ഷേ അത് അവരെടുത്ത തീരുമാനം നേരത്തെയുള്ള പടത്തിൻ്റെ ബിസിനസ്സിൻ്റെ അവരുടെ ലാഭമായിട്ട് ഞാനിതിനെ കാണുന്നില്ല. ഒരു പക്ഷേ ഒരു മലയാള സിനിമയുടെ ലാഭമായിട്ട് മാത്രമേ ഞാനിതിനെ കാണുന്നുള്ളൂ. ഷാജിൻ കരുൺ എന്ന വ്യക്തിയെക്കുറിച്ചൊരു ചലച്ചിത്രകാരനെക്കുറിച്ച് മാറി നിന്ന് നോക്കുമ്പോൾ ഒരു സ്വയം വിലയിരുത്തൽ നടത്തിയാൽ എന്തായിരിക്കും അഭിപ്രായം? അങ്ങനെ ആലോചിക്കുകയാണെങ്കിലൊരു എൻ്റെ സിനിമകളായിരിക്കണം ഒരു പക്ഷേ എന്നെ ആക്കിയത്. ഇപ്പം ആ നിലയിൽ ആലോചിക്കുകയാണെങ്കിൽ എനിക്ക് 2-3 പടങ്ങളും കൂടെ പൂർണ്ണമായിട്ടും ചെയ്താലേ എനിക്ക് ആൾക്കാരിലേക്ക് എത്തിപ്പറ്റാൻ സാധിക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം അതിൻ്റെ ഒരു പ്രയത്നത്തിലാണ് വാസ്തവത്തിൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക്. ഒരു കല അല്ലാതെ അതിൽ നിന്ന് ഞാൻ ഒന്നും മോഹിച്ചിട്ടൊന്നുമല്ല. ഞങ്ങളുടെ കുടുംബവും ഒക്കെ വളരെ വളരെ സാധാരണ രീതി ജീവിക്കുന്ന വ്യക്തിയാണ് ഞാനടക്കം. അപ്പോൾ എൻ്റെ ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടി തപസ്സിരിക്കുന്ന ഏതോ ഒരു വ്യക്തിയായിട്ട് മാത്രം എന്നെ എന്നെങ്കിലും മുദ്ര കുത്തുകയാണെങ്കിൽ വളരെ സന്തോഷവാനായിട്ട് ജീവിച്ചു എന്ന് ഞാൻ അവസാനം പറയേണ്ടി വരും.